ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ എങ്ങനെ സേഫ് ആയിട്ട് ക്ലീൻ ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ കുറേ പേരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരിക്കും, ഈ മൊബൈൽ ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഇത്ര വലിയ കാര്യമാണോ, അല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാടാ എന്നുള്ളൊരു മനോഭാവം കുറച്ച് പേർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ജേണേഴ്സൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും, ഒരു മൊബൈൽ എന്ന് പറയുന്നത് ഒരു ടോയ്ലറ്റ് റേപ്പറിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൻ്റെ മുകളിലുണ്ടാകുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം ഉണ്ടാവില്ലേ, അത്രത്തോളം ബാക്ടീരിയസ് നമ്മുടെ മൊബൈലിൽ ഉണ്ടായിരിക്കും. നമ്മളത് ആരും ശ്രദ്ധിക്കാറില്ല. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നു. വല്ല ചെറിയ ഡസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷർട്ടിൻ്റെ ഒരു കോർണർ എടുത്തിട്ട് നമ്മൾ തുടയ്ക്കും. ഇപ്പം ഞാനും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എത്ര പേര് അങ്ങനെ നമ്മുടെ ഷർട്ടിൻ്റെ ഒരു സൈഡ് എടുത്ത് തുടയ്ക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ, അപ്പോൾ കമൻറ്റിൽ രേഖപ്പെടുത്തട്ടെ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മൊബൈൽ ക്ലീൻ ചെയ്യാവുന്നതാണ്. വളരെ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. മൊബൈൽ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യണം കേട്ടോ. പവർ ഓഫ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ മൊബൈൽ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ കവറും കൂടി ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മൊബൈൽ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേറൊരു കാര്യം പറയാം, നമ്മളെ ഡസ്റ്റ് കയറുന്ന ഒരു രീതി വേറൊരു രീതി പറഞ്ഞുതരാം. ബാക്ടീരിയ അല്ലാതെ തന്നെ നമ്മൾ ഈ മൊബൈൽ ഈ കവർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ കവറിൻ്റെ ഈ സൈഡിലൊക്കെ ഫുള്ള് ഡസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മളൊരു കവർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കവർ നമ്മൾ ഊരാറില്ല. മാക്സിമം ഒരു എന്താ പറയുക, ഒരു മാസം 2 മാസം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ തുറക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈലിൽ ഫുള്ളൊരു ഈ കുത്തുകുത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ കണ്ട, ഞാൻ തന്നെ തുറന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ഒരാഴ്ചയല്ല, നമ്മൾ എല്ലാ ദിവസവും ഊരുന്നതാണ്. ബട്ട് എന്നാലും നമ്മൾ ക്ലീൻ ചെയ്യൽ കുറവാണ്. അപ്പോൾ നിങ്ങൾ പുറത്ത് കണ്ടല്ലോ, ഫുള്ള് കുത്തുകുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ പോർട്ടുകളിൽ എങ്ങനെ ക്ലീൻ ചെയ്യും അതിനൊക്കെ ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. അതൊന്ന് ഇലക്ട്രോണിക് സെക്ഷനാണ്, അപ്പോൾ നമ്മൾ ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പുറത്തത്തെ സാധനങ്ങൾ ക്ലീൻ ചെയ്യണം. ഈ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾക്ക് 2 രീതിയിൽ 3 രീതിയിൽ കുറേ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാം. നമ്മുടെ എളുപ്പത്തിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്ത് എന്ന് പറയും. മൈക്രോ ഫൈബർ ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ കണ്ണാടേരൊപ്പം ഒരു തുണി കിട്ടും. അതാണ് ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് എന്ന്. പേര് കേട്ടിട്ട് നിങ്ങൾ വലിയ സാധനമൊന്നും വിചാരിക്കേണ്ട, നമ്മുടെ കണ്ണാട വാങ്ങുമ്പോൾ കിട്ടുന്ന തുണിയാണ്. ഇതില്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ടർക്കി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരിക്കും. മീൻസ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കുളിച്ച് കഴിഞ്ഞ് തോർത്താനുള്ളത് സാധാരണ നമ്മൾ പറയില്ലേ, നമ്മുടെ തോർത്തല്ലാതെ ഒരു ടർക്കി എന്ന് പറഞ്ഞിട്ട് സെറ്റപ്പ് ഉണ്ടായിരിക്കും. അത് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഒരു ചൂടുവെള്ളം, ലൈറ്റ് ചൂടായിട്ടുള്ള ഒരു വെള്ളം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ലൈറ്റ് ചൂടായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ. നമുക്ക് കുടിക്കാനൊക്കെ വെള്ളം തിളപ്പിക്കുമ്പോൾ എന്തായാലും ചൂടായിട്ടുള്ള വെള്ളമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ മൊബൈലിന് ചിലവരുടെ മൊബൈലുകൾക്ക് IP റേറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറയാം. IP റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ വെള്ളം ഉള്ളിലേക്ക് കയറാതിരിക്കുക എന്നുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് IP റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 30,000 മേലുള്ള മൊബൈലുകളിലൊക്കെയാണ് ഈ IP റേറ്റിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. 30,000 ചിലപ്പോൾ ഉണ്ടാവില്ല, 40+ ഒക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ സാധാ മൊബൈലുകൾക്കൊന്നും നമുക്ക് IP റേറ്റിംഗ് ഉണ്ടാവില്ല. അതുകൊണ്ട് വെള്ളം അങ്ങനെ തന്നെ ഇതുമ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ട് എന്നിട്ട് തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊബൈലിന് തന്നെ വലിയ രീതിയിൽ കേടാവുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് സൈഡിൽ നിന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ വെള്ളം നേരിട്ട് അതിലേക്ക് ഒഴിക്കാനോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിയിട്ട് ആരും എന്തായാലും ക്ലീൻ ചെയ്യില്ലല്ലോ. ഇപ്പോൾ IP റേറ്റിംഗ് ഉള്ള മൊബൈലാണെങ്കിൽ തന്നെ ഒരു 99% നമുക്ക് വെള്ളം കയറില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. അപ്പോഴും 1% വെള്ളം കയറും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സേഫായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ ടർക്കി ഫസ്റ്റ് 2 തുണി എടുക്കണം കേട്ടോ. അപ്പോൾ 2 ജസ്റ്റ് വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് നന്നായിട്ട് പിഴിയുക. മുക്കാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വെള്ളത്തോട് കൂടിയിട്ട് മൊബൈലുമ്പോൾ തുടയ്ക്കുക എന്നല്ല കേട്ടോ അർത്ഥം. ചെറുതായിട്ട് നനച്ചതിന് ശേഷം ഇങ്ങനെ ചെറിയ ചൂടുവെള്ളത്തിലിട്ടാ നമ്മൾ മൊബൈലും ഒന്ന് ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, അപ്പോൾ ഈ ജസ്റ്റ് എല്ലാ കോർണേഴ്സും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം അധികം പാടില്ല, ജസ്റ്റ് കുറച്ച് വെള്ളം മാത്രമേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വെള്ളത്തിൽ മുക്കിയിട്ട് തുടയ്ക്കാന്നല്ല അതിൻ്റെ അർത്ഥം. നന്നായി പിഴിഞ്ഞതിന് ശേഷം ഒരു വെള്ളത്തിൻ്റെ അംശം ചെറുതായിട്ട് ഉണ്ടാവണം, അത്രമാത്രം. അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് തുടയ്ക്കുക. അല്ലെങ്കിൽ 1 വട്ടോ 2 വട്ടോ നന്നായിട്ട് മുക്കിയിട്ട്, വെള്ളം തീരെ പാടില്ല, നന്നായി മുക്കിയതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ വെച്ച് ക്ലീൻ ചെയ്യാം. ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മൊബൈൽ ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതിന് ശേഷം നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്ത് എടുക്കുക. മൈക്രോ ഫൈബർ ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 2 തൊട്ട് 1 എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യാനും ഒന്ന് വെറ്റായിട്ട് യൂസ് ചെയ്യാനും. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് മൊബൈൽ ഒന്ന് തുടയ്ക്കുക. നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും.
പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുള്ളത് ഈ പോർട്ടുകളിലാണ് ക്ലീൻ ചെയ്യാനായിട്ട്. അതിനായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ചവിട്ടിലിടാനുള്ള ബഡ്സ് എടുക്കുക. ബഡ്സ് എടുത്തതിന് ശേഷം വെള്ളം അവിടെ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. മാക്സിമം വെള്ളം ഉപയോഗിക്കാണ്ടിരിക്കുക. സാനിറ്റൈസർ എടുക്കുക. സാനിറ്റൈസർ ഉണ്ടെങ്കിൽ സാനിറ്റൈസർ എടുക്കാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഡ്രോപ്പ് എവിടെയെങ്കിലും വീഴ്ത്താണ്. അതിന് ശേഷം ഇതിലൊന്ന് ജസ്റ്റ് നമ്മൾ ഒന്ന് എടുത്തു. അതിന് ശേഷം ഇതിൽ ഫുള്ള് വെള്ളത്തിലായിട്ട് നമ്മൾ അതുമ്മ ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഈ എഡ്ജസും കാര്യങ്ങളിൽ ക്ലീൻ ചെയ്യുക, ഈ സെക്ഷനിലൊക്കെ. പിന്നെ ഇത് ക്യാമറയുടെ സൈഡ് അതിന് ശേഷം അല്ലെങ്കിൽ തീരെ അധികം പാടില്ല കേട്ടോ. വളരെ കുറച്ച് മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ മേലെ നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡ് കൊണ്ട് നന്നായിട്ട് ഉള്ളുകളിലൊന്ന് വൃത്തിയാക്കാം. മനസ്സിലായോ? ഉള്ളിലേക്ക് തീരെ വെള്ളത്തിൻ്റെ അംശം ഉള്ളിലേക്ക് പോകാൻ പാടില്ല. നമ്മൾ സർക്യൂട്ടാണ്, ചാർജ് ചെയ്യുന്ന സെക്ഷനാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഈ കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യണം. മനസ്സിലായില്ല? അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഇപ്പം നിങ്ങൾ കുറേ പേര് പറയുന്നുണ്ടാവുക എൻ്റെ വീട്ടിൽ എന്താ പറയുക സാനിറ്റൈസർ സ്പ്രേ ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ സാനിറ്റൈസർ സ്പ്രേ ഡയറക്റ്റായിട്ട് ഇതുമ്മേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഒരു തുണിയിലേക്ക് ഇത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം അതുകൊണ്ട് തുടയ്ക്കാം. മനസ്സിലായല്ലോ? ഡയറക്റ്റ് ഒരു സ്പ്രേയും ഇതുമ്മേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇത് കേടാവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ചില സമയങ്ങളിൽ നമ്മുടെ ഭാഗ്യം അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ രീതിയിലും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാം. ഫുള്ളായിട്ട് അണുവിമുക്തമാക്കാനായിട്ട് നമുക്കൊരു സാനിറ്റൈസർ, ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും സാനിറ്റൈസർ ഉണ്ട്. സാനിറ്റൈസർ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരിക്കലും നമ്മൾ പറയില്ല ഫോണിൻ്റെ മേലേക്കായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഒരു തുണിയിലേക്ക് വേറെയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് തുടയ്ക്കാം. നല്ല സൂപ്പറായിട്ട് നമുക്കിപ്പോൾ മൊബൈൽ ക്ലീനായി കിട്ടും. ഇപ്പോൾ കുറേ പേരുടെ മനസ്സിലിപ്പോൾ വന്നു എന്ന് ഞാൻ പറയില്ലേ, ഫസ്റ്റ് പറഞ്ഞ മാതിരി ഒരു തോന്നൽ വന്നേക്കാം, ഇതൊക്കെ എനിക്കറിയുന്നല്ലോ ചേട്ടാ എന്തൊട്ട് ഈ പറഞ്ഞു തരുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ അറിയുന്നവരുണ്ടായിരിക്കാം, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ആരും ചെയ്യാറില്ല. അതാണ് ഒരു മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ മാക്സിമം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൻ്റെ ഒരു കാര്യം തന്നെ, ഈ ഡിസ്പ്ലേയുടെ രീതിയിൽ നമുക്ക് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിൽ തുടച്ച് കളയാം. നമുക്ക് ബാക്ടീരിയസ് ഒന്നും കണ്ണിന് കാണാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം തന്നെ ഈ ബാക്ക് സൈഡിലുള്ള ഈ പാടുകളാണ്. ഈ പാടുകളിൽ നിന്ന് നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടോ കാര്യം കഴിഞ്ഞിട്ടോ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞില്ലേ ഈ കുത്തുകുത്ത് പാടുകൾ വന്നിട്ട് നമ്മുടെ മൊബൈലിൽ പിന്നെ തുടച്ചാലും ആ കുത്തുകുത്ത് പാടുകൾ പോയാൽ തന്നെ അവിടുത്തെ പെയിൻറ്റ് റിമൂവ് ആയിട്ടുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും മൊബൈൽ ക്ലീൻ ചെയ്തു കിട്ടാം, എന്നിട്ട് മാത്രമാണ് ഫോൺ ഓൺ ചെയ്യാൻ പാടുള്ളൂ. ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഫോണൊന്ന് ഓൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് 5 മിനിറ്റ് ഉണങ്ങാനായിട്ട് വെച്ചിരുന്ന സമയത്ത് നമുക്ക് ഫോൺ ഈ ബാക്ക് കവർ ഉണ്ടല്ലോ, ബാക്ക് കവർ ക്ലീൻ ചെയ്യാം. ഇത് നമ്മൾ എളുപ്പത്തിന് വേണ്ടി എടുത്താണ് കേട്ടോ. ഇപ്പോൾ ഇതില്ലെങ്കിൽ തന്നെ നമ്മുടെ സാധാരണ വെള്ളം തന്നെ മതി. ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ കഴിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ സാധാരണ വെള്ളത്തിൽ എടുത്തിട്ടായാലും നമുക്ക് ക്ലീൻ ചെയ്യാം. തുണി എടുത്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്യാം. ഈ എഡ്ജസിലാണ് മെയിനായിട്ട് ക്ലീൻ ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് എഡ്ജസൊക്കെ തുടയ്ക്കാം. നമ്മൾ ഫോൺ ക്ലീൻ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബാക്ക് കവറും ക്ലീൻ ചെയ്യാൻ മറക്കരുത്. ക്ലീൻ ചെയ്തിട്ട് മാത്രം നമ്മൾ വെക്കുക. ഒന്ന് സാനിറ്റൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഈ സൈഡൊന്ന് ക്ലീൻ ചെയ്യുക. അല്ലാതെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ മൊബൈലാണ് യൂസ് ചെയ്യുക, ബാക്കി എന്തിനെ അപേക്ഷിച്ചാലും. അപ്പോൾ നമ്മൾ എത്ര ടവൽ ഉപയോഗിച്ചാലും നമ്മുടെ മൊബൈൽ ഫസ്റ്റ് ക്ലീൻ ആയിരിക്കണം. എന്നാലാണ് മൊബൈൽ തൊട്ട് നമ്മൾ എന്തായാലും മുഖത്ത് എന്തായാലും തൊടും. അപ്പോൾ നിങ്ങൾ മൊബൈലിൻ്റെ ഒരു സെക്ഷനും കൂടി ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യണോണ്ട് നമുക്കൊരു നഷ്ടമില്ല. മാക്സിമം ഒരു 5 മിനിറ്റും വരില്ല, ഒരു 4-5 മിനിറ്റ് കൊണ്ട് ഈ പണി കഴിയും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പറയില്ലേ, ഇപ്പോൾ നമ്മുടെ മൊബൈൽ കേടാക്കേണ്ടിയും കാര്യമില്ല, അതിന് ഭംഗി കുറയ്ക്കേണ്ടിയും കാര്യമില്ല. നമ്മുടെ മൊബൈലിൽ ക്ലീൻ ആയിരിക്കുന്നുണ്ട്, നമ്മുടെ ഹെൽത്തും ക്ലീൻ ആയിരിക്കും. നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ഇത് നനച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം അപ്പം തന്നെ ഉപയോഗിക്കാൻ പാടില്ല, ഒന്ന് ഉണങ്ങാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഫോണിൽ തീരെ നമ്മൾ വെള്ളം അപ്ലൈ ചെയ്തിട്ടില്ല, അപ്പോൾ വേഗം തന്നെ ഉണങ്ങും. ബട്ട് നമ്മൾ എന്താ പറയുക, ഈ നമ്മുടെ ബാക്ക് കവറിൽ നിന്നാണെങ്കിൽ ഇത്തിരി വെള്ളം തൊട്ടിട്ടൊക്കെയാണ് ക്ലീൻ ചെയ്തത്. അപ്പോൾ ഇത്തിരി ഉണങ്ങാനൊരു ടൈം എടുക്കും. അപ്പോൾ ഉണങ്ങാൻ ടൈം ഇപ്പം തന്നെ ഉണങ്ങിയിട്ട്, അപ്പോൾ ഒരു മാക്സിമം ഒരു 10-12 സെക്കൻഡുള്ളിൽ തന്നെ ഇത് ഉണങ്ങി. അപ്പോൾ ഇത്ര ഉള്ള ചെയ്യുന്ന വീഡിയോ. നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ തന്നെ ഓൺ ചെയ്യാൻ പാടില്ല, ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫോൺ ഓൺ ചെയ്യുക. ഇപ്പം നമ്മൾ ഒരു 5 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഫോൺ ഓൺ ചെയ്യാണ്.
അപ്പോൾ ഫോൺ ഓൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതും ട്രൈ ആയിട്ടുണ്ട് നല്ല രീതിയിൽ, നമ്മുടെ ഫോണും ട്രൈ ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഒരു ടെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയുള്ളതൊക്കെ ചെറിയ ചെറിയ ഉണ്ടെങ്കിൽ തന്നെ എന്താ പറയുക, നമ്മൾ ചൊരുകൊണ്ട് ജസ്റ്റ് കൈ കൊണ്ട് തുടച്ചാൽ നമ്മൾ ചിലപ്പോൾ പറയില്ല, തുണിയിൽ ചിലപ്പോൾ ചെറിയ ഇതായിരിക്കാം. വേറെ ഒരു രീതിയിലുള്ള ടെസ്റ്റും കാര്യങ്ങളും നമ്മൾ ബാക്ടീരിയ തന്നെ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫോണ് നമ്മൾ ഓൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ കവറിൻ്റെ ഉള്ളിൽ കിട്ടും. ഇനി നമുക്ക് ഫോൺ പറയില്ല, ഇപ്പോൾ നമുക്ക് ഇത് എല്ലാ ദിവസവും ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ഒരു ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണൊന്ന് എന്താ പറയുക നല്ല രീതിയിൽ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോൺ എപ്പോഴും ക്ലീൻ ആയിരിക്കുക, ക്ലീൻ ആൻഡ് സേഫ് ആയിരിക്കുക. എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ രീതിയിലുള്ള ടെസ്റ്റും കാര്യങ്ങളും നമ്മൾ ഫോണിലുണ്ടാവും. അത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഫോൺ ടച്ച് ചെയ്യുക, നമ്മൾ കൈ കഴുകിയിട്ടൊന്നുമല്ല ഫോൺ എപ്പോഴും ടച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ തന്നെ കൈയോട് കൂടിയിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക ഈ ടിപ്സ് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.